മുൻകൂട്ടി തയ്യാറാക്കി വെച്ച തിരക്കഥകൾക്കപ്പുറം കൃത്യമായ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഭരണാധികാരികൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇതിന് ഉത്തമ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിനിടെ നോർവേയിൽ നടന്ന ചില നാടകീയ രംഗങ്ങൾ. Thank you. And this concludes this press meeting. Thank you. Prime Minister Modi, why don't you take some questions from the freest press in the world? ഈ ഉത്തരമുട്ടിയ വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മോദി വീണ്ടും ഒളിച്ചോടുകയാണോ എന്ന ചോദ്യമാണ് ലോകം മുഴുവനായും വീണ്ടും ഉയർത്തുന്നത്. നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി സംയുക്ത പ്രസ്താവന നടത്തി വേദി വിടുകയായിരുന്ന മോദിയോട് നോർവീജിയൻ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിംഗ് സ്വെൻസർ ഒരു ചോദ്യവുമായെത്തി. പ്രധാനമന്ത്രി മോദി, ലോകത്തിലെ ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണ്? ഇതായിരുന്നു ആ കടുത്ത ചോദ്യം. എന്നാൽ പതിവ് പോലെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മോദി വേദി വിടുകയാണ് ചെയ്തത്. ഇതിനു പിന്നാലെ നടന്ന ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും ഹെല്ലയും തമ്മിൽ കടുത്ത വാക്പോരുണ്ടായി. Can you promise that you will try to stop the human rights violations that goes on in your country? We have a question there. But I might also have follow-up questions, so it would be better if you answer right away and then I can follow up. I'm conducting the press conference. So please, do you have a question to us? ഇന്ത്യയിലെ ജനാധിപത്യ തകർച്ചയെയും അവകാശ ലംഘനങ്ങളെയും കുറിച്ച് അവർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സിബി ജോർജിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. പരാതിയുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതിയിൽ പോയി ചോദിക്കാനാണ് അദ്ദേഹം പരിഹാസത്തോടെ മറുപടി നൽകിയത്. തർക്കം രൂക്ഷമായതോടെ മാധ്യമപ്രവർത്തക പ്രതിഷേധ സൂചകമായി വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെയാണ് പിന്നീടുള്ള കാര്യങ്ങൾ. മാധ്യമപ്രവർത്തക ഹെല്ലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താഴിട്ടുപൂട്ടി. കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മെറ്റ സസ്പെൻഡ് ചെയ്തതായി ഹെല്ലെ തന്നെയാണ് വ്യക്തമാക്കിയത്. തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് അവർ ഇക്കാര്യം പങ്കുവച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നൽകേണ്ടി വന്ന ചെറിയൊരു വില മാത്രമാണിത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം എനിക്ക് ആദ്യമായാണ്. അക്കൗണ്ട് സസ്പെൻഷൻ നോട്ടീസിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് ഹെല്ലെ കുറിച്ചു. ആഗോള പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നോർവേ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ 157-ാം സ്ഥാനത്താണ് എന്ന് ഓർക്കണം. ഈ ജനാധിപത്യ തകർച്ചയെ മുൻനിർത്തിയാണ് ഹെല്ലെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് മാത്രമല്ല, പകരം ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്ന പതിവ് ശൈലിയാണ് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വീണ്ടും ആവർത്തിച്ചത്. സംഭവം ആഗോളതലത്തിൽ ചർച്ചയായതോടെ ഹെല്ലയെ ചൈനീസ് അനുകൂലിയെന്നും ചാരപ്രവർത്തകയെന്നും വിളിച്ച് ഇന്ത്യൻ സൈബർ വിങ്ങുകൾ അവരെ വേട്ടയാടുകയാണ്. എന്നാൽ താനൊരു വിദേശ രാജ്യത്തിന്റെയും ചാരയല്ലെന്നും അധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മാത്രമാണ് തന്റെ ജോലിയെന്നും ഹെല്ലെ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻപ് ട്രംപിനെയും മസ്കിനെയും വരെ വിറപ്പിച്ച ഹെല്ലയ്ക്ക് ഈ സംഭവത്തോടെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ ആഗോള സമൂഹത്തിനു മുൻപിൽ തുറന്നു കാട്ടാൻ ഈ ഒരു സംഭവം വഴി സാധിച്ചിരിക്കുകയാണ്. മാൻ കി ബാത്തിലൂടെ തനിക്ക് പറയാനുള്ളത് ഏകാന്ത നാടകം വഴി മാത്രം നടത്തി ശീലമുള്ള മോദിയെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നതാണ് പ്രധാന വസ്തുത. ആഗോളതലത്തിൽ പോലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാത്ത രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, നിങ്ങളുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് ലോകം മുഴുവനായും കണ്ടുകഴിഞ്ഞു. ഇനി എത്ര നടിച്ചിട്ടും കാര്യമില്ല.